കേളി പുഷ്പം നോവൽ തുടരുന്നു. ഇനി ഈ കേസുമായി മുന്നോട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല, എൽസമ്മ വക്കീൽ പറഞ്ഞു. രഹന അക്ബറിനും കുടുംബത്തിനും എതിരെ കൊടുത്ത കേസ് പിൻവലിച്ചു. അക്ബറിന്റെ കല്യാണം മറ്റൊരു പെൺകുട്ടിയുമായി ഉറപ്പിക്കുന്നു. സിൻസില നല്ല കുട്ടിയാണ്, നല്ല സ്വത്തും പണവും ഉണ്ട്, അക്ബറിനോട് ബാപ്പ അലവി പറഞ്ഞു. എല്ലാം എന്റെ ഭാഗ്യം, എന്നാലും ഒരു പേടി, അക്ബർ പറഞ്ഞു. എന്ത് പേടി? രഹന വന്ന് കല്യാണം മുടക്കുമോന്ന്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അക്ബർ സിൻസിലയെ നിക്കാഹ് ചെയ്തു. രഹന തന്റെ റൂമിലിരുന്ന് പഠിക്കുകയാണ്. അവിടേക്ക് ഷഹന വന്നു. രഹന പുസ്തകത്തിൽ നിന്ന് തലയുയർത്തി ജ്യേഷ്ഠത്തിയെ നോക്കി. മോള് പഠിക്കുകയാണോ? ഷഹന ചോദിച്ചു. അതെ ഇത്താത്ത. എന്താണ് പഠിക്കുന്നത്? ഞാൻ ഡിസ്റ്റൻസ് ആയി ഡിഗ്രി എടുക്കാൻ തീരുമാനിച്ചു. രഹന ഷഹനയെ നോക്കി ചിരിച്ചു. മോള് തളരരുത്, ഇനിയും പഠിക്കണം, പഠിച്ച് വലിയ ആളാകണം, ഷഹന പറഞ്ഞു. ഞാൻ പഠിച്ച് വലിയ ആളാകും ഷഹനാത്ത. എന്നെ പരിഹസിച്ചവരുടെ മുന്നിൽ കൂടി തല ഉയർത്തി നടക്കും. രഹനയ്ക്ക് നാട്ടിലെ അംഗൻവാടിയിൽ താൽക്കാലിക ടീച്ചറായി ജോലി കിട്ടി. രഹന കുഞ്ഞുമക്കളെ പാട്ടും കളിയും പഠിപ്പിച്ചുകൊണ്ടിരുന്നു. രഹന അംഗൻവാടി വിട്ട് റോഡിലൂടെ നടന്നു വരുമ്പോൾ റോഡ് സൈഡിലെ കോട്ടൈസിൽ നിന്നും ഒരു ചെറുപ്പക്കാരൻ അവളെ വിളിക്കുന്നു. അവൾ അങ്ങോട്ട് നോക്കി. അവൻ ഒരു തുണ്ട് കടലാസ് അവളുടെ മുന്നിലേക്കിട്ടു. അവൾ ആ കടലാസ് തുണ്ട് എടുത്തു നോക്കി. എനിക്ക് ഇയാളെ ഇഷ്ടമാണ്, എന്നെ ഇഷ്ടമാണെങ്കിൽ വിളിക്കാം എന്നായിരുന്നു തുണ്ടുകടലാസിൽ, കൂടെ അവന്റെ ഫോൺ നമ്പറും. രഹന വീട്ടിലെത്തി ചായയും പഴംപൊരിയും കഴിച്ച് തന്റെ റൂമിൽ കയറി ആ പയ്യൻ കൊടുത്ത കടലാസ് തുണ്ടിലെ നമ്പർ ഡയൽ ചെയ്തു. ഹലോ. മറുതലക്കൽ അവൻ ഫോൺ എടുത്തു. ഞാൻ നിങ്ങൾ നമ്പർ തന്ന, അല്പം ജാളിതയോടെ രഹന പറഞ്ഞു. ആ മനസ്സിലായി, എന്റെ പേര് മുനീർ.